ശബരിമല സ്വർണ്ണക്കൊള്ള വീണ്ടും സജീവ ചർച്ചയാക്കാനുള്ള നീക്കവുമായി UDF. കേസിലെ പ്രതികൾക്ക് CPM സംരക്ഷണമൊരുക്കുന്നത് മന്ത്രിമാരുടെ പേര് പുറത്തു പറയുമെന്ന ഭയം കൊണ്ടാണെന്ന് VD സതീശൻ പറഞ്ഞു. പോറ്റിയെ കേറ്റിയെ പാട്ടുപാടി വോട്ട് തേടിയ റാന്നിയിലെ UDF സ്ഥാനാർത്ഥി പഴകുളം മധുവിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന നിലപാട് ആവർത്തിക്കുകയാണ് CPM. പരസ്യ പ്രചാരണം അവസാനിക്കാൻ 10 ദിവസം മാത്രം ബാക്കി നിൽക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് എവിടെയും ശബരിമല സജീവ ചർച്ചയായിരുന്നില്ല. UDF ഉയർത്തിയ BJP ഡീലിലും മുഖ്യമന്ത്രി ഉന്നയിച്ച KPCC വയനാടിനായി പിരിച്ച ഫണ്ട് എവിടെയെന്ന ചോദ്യത്തിലും ചുറ്റിത്തിരിയുകയായിരുന്നു തെരഞ്ഞെടുപ്പ് ചർച്ചകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയത്തിന് തുണച്ച ശബരിമല സ്വർണ്ണക്കൊള്ള പരസ്യ പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ വീണ്ടും സജീവ ചർച്ചയാക്കാനാണ് UDF നീക്കം. പ്രചാരണത്തിനിടെ പോറ്റിയെ കേറ്റിയെ പാട്ടുപാടി വോട്ട് തേടിയ റാന്നിയിലെ സ്ഥാനാർത്ഥി പഴകുളം മധുവിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി പോയതോടെ ശബരിമല വിഷയം വീണ്ടും ഉയർത്താൻ UDFന് അവസരവും ഒരുങ്ങി. ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത പ്രതികളെ എന്തുകൊണ്ടാണ് CPM സംരക്ഷിക്കുന്നത്? ഇപ്പോഴത്തെ മന്ത്രിയുടെയും മുൻ മന്ത്രിയുടെയും പേര് അവർ പുറത്തു പറയും എന്നുള്ള ഭയം കൊണ്ടാണോ അവരെ സംരക്ഷിക്കുന്നത്? അവർക്കെതിരായി എന്തുകൊണ്ടാണ് നടപടി സ്വീകരിക്കാത്തത്? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായ ശബരിമല വിഷയം ചർച്ചയാകാതിരിക്കാനുള്ള ജാഗ്രതയിലായിരുന്നു ഇതുവരെ LDF. എന്നാൽ പ്രചാരണത്തിന്റെ രണ്ടാം ലാപ്പിൽ വിഷയം സജീവ ചർച്ചയാക്കാനുള്ള UDF നീക്കത്തെ കരുതലോടെ നേരിടാനാണ് LDFന്റെ തീരുമാനം. അപ്പോൾ അതിനകത്ത് ഇടതുപക്ഷക്കാരനുമുണ്ട് വലതുപക്ഷക്കാരനുമുണ്ട്. രണ്ടുപേർ ഇടതുപക്ഷമാണെങ്കിൽ ബാക്കിയുള്ള ജീവനക്കാരുടെ നേതാക്കന്മാരെല്ലാം കോൺഗ്രസ്സാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ആരും അതിനകത്ത് വ്യത്യസ്തരായിരുന്നില്ല. ഞങ്ങൾ പറഞ്ഞത് X or Y ഇടതുപക്ഷമായാലും വലതുപക്ഷമായിരുന്നാലും കള്ളന്മാരെ പിടിച്ചകത്തിടുകയും അതിൽ പൊന്ന് അയ്യപ്പന് കൊടുക്കുകയും ചെയ്യണം എന്നതായിരുന്നു സർക്കാർ നിലപാട്. അത് നടത്തി. ശബരിമല വിവാദങ്ങളെ പ്രതിരോധിക്കാൻ വരും ദിവസങ്ങളിൽ എന്ത് പുതിയ രാഷ്ട്രീയ ആയുധമാകും LDF പുറത്തെടുക്കുക എന്നാണ് ഇനി അറിയേണ്ടത്. മീഡിയ 1 തിരുവനന്തപുരം.